നമസ്കാരം. ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങളിലൊന്ന് സൗദി അറേബ്യയാണ്. പ്രവാസികളുമായി ബന്ധപ്പെട്ട് പുതിയ നയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഭരണകൂടം. സൗദിക്ക് പുറത്തുള്ള പ്രവാസികൾക്ക് അവരുടെ താമസരേഖയായ ഇഖാമ പുതുക്കാൻ സാധിക്കും. ഇഖാമ പുതുക്കാൻ സൗദിയിൽ തന്നെ ഉണ്ടാകണമെന്നില്ല. പാസ്പോർട്ട് ഡയറക്ടറേറ്റ് ജനറൽ സോഷ്യൽ മീഡിയ വഴിയാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രവാസികളുടെയും ആശ്രിതരുടെയും വീട്ടുജോലി ചെയ്യുന്നവരുടെയും ഇഖാമ അവർ സൗദിക്ക് പുറത്താണെങ്കിലും പുതുക്കാൻ സാധിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സൗദിക്ക് പുറത്തുള്ള പ്രവാസികൾക്ക് അവരുടെ എക്സിറ്റ് റീ എൻട്രി വിസയുടെ കാലാവധി നീട്ടാനും സാധിക്കും. സൗദിയിലില്ലെങ്കിലും ഇഖാമയും വിസയും പുതുക്കാനും കാലാവധി നീട്ടാനും സാധിക്കുന്നത് പ്രവാസികൾക്ക് നേട്ടമായാണ് വിലയിരുത്തുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അബ്ഷീർ മുഖീം പോർട്ടൽ വഴിയാണ് നടപടികൾ പൂർത്തിയാക്കേണ്ടത്. ആവശ്യമായ ഫീസ് അടച്ച ശേഷം പോർട്ടൽ വഴി ഓൺലൈനിൽ ഇഖാമ പുതുക്കാം. അടുത്തിടെ ബന്ധപ്പെട്ട നടപടികളുടെ ഫീസ് സൗദി അറേബ്യ അപ്ഡേറ്റ് ചെയ്തിരുന്നു. പുതിയ ഫീസ് ഘടന ഇനി പറയുന്നതാണ്. എക്സിറ്റ് റീ എൻട്രി വിസ പുതുക്കുന്നതിന് 103.5 സൗദി റിയാലാണ് പുതുക്കിയ ഫീസ്. ഫൈനൽ എക്സിറ്റിന് വേണ്ടിയുള്ള ഫീസ് 70 റിയാലാണ്. ഇഖാമ പുതുക്കുന്നതിന് 51.75 റിയാൽ ഫീസായി അടക്കേണ്ടി വരും. പുതിയ ഇഖാമ ഇഷ്യൂ ചെയ്യുന്നതിന് 51.75 റിയാൽ മതിയാകും. തൊഴിലാളികളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ആവശ്യമാണെങ്കിൽ 28.75 റിയാൽ ഫീസായി അടയ്ക്കണം. പ്രവാസികളുടെ പാസ്പോർട്ട് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള ഫീസ് 69 റിയാലാണ്. പ്രവാസി നാട്ടിലാണെങ്കിൽ സ്പോൺസർ മുഖേന ഇഖാമ പുതുക്കാവുന്നതാണ്. പ്രവാസിയുടെയും ആശ്രിതരുടെയും ഇഖാമ പുതുക്കുന്ന കാര്യത്തിൽ പ്രവാസി സൗദിയിൽ ഉണ്ടാകണം. ഈ നടപടികൾ തുടങ്ങിയിട്ട് മാസങ്ങളായെങ്കിലും ഇപ്പോഴാണ് ഔദ്യോഗിക അറിയിപ്പ് സൗദി സർക്കാർ ഇറക്കുന്നത്. സൗദിയിലേക്ക് കൂടുതൽ പേർ ജോലി തേടി വരുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ വിസയിൽ വരുന്ന മാറ്റങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. വിദേശികളെ കൂടുതലായി ആകർഷിക്കാൻ ശ്രമിക്കുന്ന സൗദി ഇനിയും പ്രവാസി സൗഹൃദ ചട്ടങ്ങൾ കൊണ്ടുവന്നേക്കാം. 2034 ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന സൗദിയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ. കണക്കുകൾ പരിശോധിച്ചാൽ 2023 സൗദിയിൽ നിന്ന് പ്രവാസികൾ ഏറ്റവും അധികം പണം അയച്ചത് ഇന്ത്യയിലേക്കാണ്. $3840 കോടി അല്ലെങ്കിൽ 14,400 കോടി റിയാലാണ് സൗദിയിലെ പ്രവാസികൾ സ്വദേശത്തേക്ക് അയച്ചത്. അറബ് ലോകത്ത് പ്രവാസികൾ ഏറ്റവും അധികം പണം അയക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് സൗദി അറേബ്യ. ഒന്നാം സ്ഥാനത്ത് UAE ആണ്. പ്രവാസികളുടെ പണമയക്കലിൽ കുവൈറ്റ് ആഗോളതലത്തിൽ 10ാം സ്ഥാനത്തും അറബ് ലോകത്ത് 3ാം സ്ഥാനത്തുമാണ്. 2022 അപേക്ഷിച്ച് 2023 ഗൾഫ് പ്രവാസികൾ സ്വദേശങ്ങളിലേക്ക് അയച്ച പണത്തിൽ 13% കുറവ് രേഖപ്പെടുത്തിയിരുന്നു. 2010 മുതൽ 2019 വരെയുള്ള കാലത്ത് നേരിയ ചാഞ്ചാട്ടങ്ങളിലൂടെ ഗൾഫ് പ്രവാസികളുടെ റെമിറ്റൻസ് വർദ്ധിച്ചു വന്നിരുന്നു. സൗദിയിൽ ലക്ഷക്കണക്കിന് പ്രവാസികൾ ജോലി ചെയ്യുന്നുണ്ട്. നിയമത്തിന്റെ കാര്യത്തിൽ കർശന നിലപാടാണ് സൗദിക്കുള്ളതെങ്കിലും പ്രവാസികളുടെ ഒരു പ്രിയപ്പെട്ട ഇടം തന്നെയാണ് സൗദി അറേബ്യ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.